ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ലോങ് ട്രിപ്പാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഹൈലൈറ്റ് മാളിലേക്ക് പോയത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു ലോങ് ട്രിപ്പ് തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ പിള്ളേരെയൊക്കെ കൊണ്ട് പോണത് കൊണ്ട് തന്നെ ലോങ് ട്രിപ്പ് എന്ന് വെച്ചാൽ വലിയ ലോങ് ട്രിപ്പൊന്നും അല്ല കേട്ടോ, ചെറിയ രീതിയിലുള്ള ഒരു ലോങ് ട്രിപ്പ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെന്താ, നമ്മൾ എങ്ങടെ പോണേ കാര്യങ്ങൾ വിവരങ്ങളൊക്കെ അവിടെ എത്തിയതിന് ശേഷം നമുക്ക് കാണാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇത് 2 ദിവസത്തെ ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ഥലം പോയി കാണും. ഇപ്പം നമ്മൾ ഉച്ചയോട് കൂടിയിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. രാവിലെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ നമുക്ക് അതിന് പറ്റിയില്ല. കുറേ ഈ 4 എണ്ണത്തിനെ പറക്കി കൂട്ടണ്ടേ. അപ്പോൾ അവരുടെ കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഈ ടൈമായി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഏകദേശം ഉച്ച ആവാറായിണ്ടായി. അപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അന്നാച്ച് ഇത്ര നേരം കിടക്കായിരുന്നു കേട്ടോ, ഉറങ്ങണ പോലെ ഇങ്ങനെ അഭിനയിച്ച് കിടക്കായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മൈൻഡ് ചെയ്യാനുണ്ടായപ്പോൾ അവൾ തന്നെ എഴുന്നേറ്റിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർ കളിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അവൾ. ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹലോ ഗൈസ് എന്നൊക്കെ പറയാൻ. അപ്പോൾ അതൊക്കെ എന്നെ ഞാൻ പറയണ പോലെയൊക്കെ പറയാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് ഓഡിയോ ഇടാൻ പറ്റില്ല, കാരണം നമ്മുടെ കാറിൽ പാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വഴിയിൽ വെച്ചിട്ട് ദേ ഒരു സ്ഥലം കണ്ടു. എന്ത് സ്ഥലം? ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അവിടെ കുറേ രൂപങ്ങളും വിശുദ്ധരുടെ രൂപങ്ങളും കർത്താവിൻ്റെ രൂപങ്ങൾ മാതാവിൻ്റെ രൂപമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ പക്ഷേ വണ്ടി നിർത്തിയത് ഇതിന് വേണ്ടിയിട്ടൊന്നല്ല, നമ്മളിതേ ഇവിടെയുള്ള ആനിമൽസിനെ കാണാൻ വേണ്ടിയിട്ടാണ് വണ്ടി ഒതുക്കിയത്. അപ്പോൾ ഉണ്ണികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം എക്സൈറ്റ്മെൻറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത് കേട്ടോ. അപ്പോൾ അതേ ഇവർ അതുപോലെ തന്നെ ഞങ്ങൾ വിചാരിച്ചതിനാളും ഭയങ്കര കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഭയങ്കര ഇഷ്ടമായി. ദേ ആനയുടെ അവിടേക്ക് ഓടുന്നു, സീബ്ര, ടൈഗർ, ദേ ഫ്രോഗിൻ്റെ മേത്ത് കയറിയിട്ട് ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു. അതുപോലെ ദേ അന്നാച്ചു പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു അവൾ. ഞാൻ പിടിക്കണത് കാണുന്നുണ്ട്. അപ്പം പിന്നെ അവളിതേ മാമ ഇങ്ങനെ എടുക്ക് ഫോട്ടോ, അങ്ങനെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പോസൊക്കെ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഫോട്ടോ അല്ലാടാ വീഡിയോ ആണ്, വീഡിയോ എടുക്കണേന്ന് മാമ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവളിതേ ഓടി നടന്ന് ഓരോന്ന് ഇങ്ങനെ കാണിക്കുന്നു, അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അവൾക്ക് മനസ്സിലായി സംഭവം അവളെ ഫോക്കസ് ചെയ്യണേന്ന്. അപ്പോൾ പിന്നെ അവൾ ഇത്തിരി ഓവറായിട്ടിങ് തുടങ്ങി അവൾ. അങ്ങനെ അതേ തമ്പാച്ചിൻ്റെ അവിടെ നിന്ന് എനിക്കൊരു ഫോട്ടോ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയത്. പക്ഷെ അവൾ നിൽക്കണമൊന്നുമില്ല, അവളിങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുത്തൻ്റെ ടൗസർ ഇതേ ലൂസായി കെട്ടി കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ് നമ്മളിതേ കുറച്ച് ദൂരം കൂടിയും പോകുന്നപ്പോൾ ഒരു നാച്ചുറൽ ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു സംഭവം കണ്ടു. അവിടെ നോക്കി നല്ല ഭംഗിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. നല്ല രസത്തിൽ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇത് ഇത്രയും ഭംഗിയിൽ ഇപ്പോഴും ഇരിക്കണത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ സ്ഥിതി എന്താവുമെന്ന് നമുക്കറിയില്ല. മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ ഇതുപോലെ തന്നെ നല്ല രസമുണ്ടാവും കാണാൻ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആനിമൽസിനെ കണ്ട പിന്നെ ഉണ്ണികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി ഇവിടെയും നിർത്തി ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഉണ്ണികൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിർത്തി. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഒലേ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഒലേ റെസ്റ്റോറൻറ്റിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ ജസ്റ്റ് ചായ കുടിക്കാം കടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ഇത്തിരി കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ കണ്ട റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ.
പിന്നെ കുറേ ദൂരം നമ്മൾ വീണ്ടും യാത്ര ചെയ്തതിന് ശേഷം നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി. കാരണം സമയം അതിക്രമിച്ച് തുടങ്ങി. അപ്പോൾ നമുക്ക് കിസ്മത്ത് കഫേ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ കഴിച്ചത് ലഞ്ചിന് എന്ത് വേണം എന്നാണ് ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ബിരിയാണി തന്നെ പറഞ്ഞു. ഇവിടെ അന്നാച്ച് ഞാൻ വീഡിയോ എടുക്കണം കണ്ടിട്ട് ഹായ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാൻ ജോനോടും പറഞ്ഞു ഹായ് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞ ബിരിയാണി വരാറായിട്ടുള്ളൂ. ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ ബിരിയാണി വന്നു. ചിക്കൻ ബിരിയാണി ആയിരുന്നു. നല്ല വിശപ്പുള്ളത് കൊണ്ടാണ് എന്താണെന്ന് അറിയില്ല. നല്ല ബിരിയാണി ആയിരുന്നു, കുഴപ്പമൊന്നും തോന്നിയില്ല. വിശപ്പ് കൊണ്ട് അങ്ങനെ കഴിച്ചു പോയി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ കപ്പയും എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി. അങ്ങനെ നല്ല മനോഹരമായ ഗ്രാമീണ അന്തരീക്ഷമൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സ്ഥലം എത്താറായത്. അപ്പോൾ ഇവിടെ അടുത്തൊരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ആനച്ചാടി കുത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ഏത് കയറണം, ആദ്യം ഏതാ ഭാഗം വരണമെന്ന് വെച്ചാൽ അത് കയറാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോണ സമയത്താണ് ബോർഡ് കണ്ടത്, ആനച്ചാടി കുത്തുന്നത് കണ്ടത്. അപ്പോൾ നമ്മൾ എന്തായാലും വിചാരിച്ചു ഇവിടെ കയറിയിട്ട് എന്തായാലും ഇനി നമുക്ക് പോണോടത്ത് വല്ലതും കാണുകയാണെങ്കിൽ അങ്ങനെ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ആദ്യം കയറിയത് ആനച്ചാടിക്കുത്ത്. ഇത് വരണത് തൊടുപുഴയ്ക്ക് അടുത്തായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യണത്. അതുപോലെ തന്നെ ഇടുക്കി ഡിസ്ട്രിക്റ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇവരിത് കളിച്ചു തുടങ്ങി വെള്ളത്തിൽ. ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവർ ഞങ്ങൾ ഇറക്കിയിട്ടു. അത് കഴിഞ്ഞ് ചേട്ടന്മാർക്ക് ഉണ്ണികളെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കുന്നിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി വന്നു കേട്ടോ. കഴിഞ്ഞ് നല്ല വ്യൂ ആണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഭംഗി വർണ്ണിക്കാൻ നമ്മുടെ വാക്കുകൾക്കൊക്കെ അതീതമായിട്ടുള്ള ഭംഗിയും സൗന്ദര്യമൊക്കെയാണ്. അതുകൊണ്ട് ഞാനത് വർണ്ണിച്ചിട്ട് അതിൻ്റെ സൗന്ദര്യം കുറയ്ക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പറയണില്ല. അപ്പോൾ ഈ ക്യാമറയിലൂടെ അധികം ഭംഗി കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഴ വില്ലനായിട്ട് വരുന്നത്. മഴ തൂളി തുടങ്ങി. അപ്പോഴേക്കും ഞങ്ങൾ വേഗം പോന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി. കുറേ ഇനിയും ഒന്ന് കയറാനുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ മഴ തൂളിയതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾക്ക് മനസ്സിലായി നല്ലോണം മഴ പെയ്യാൻ പോവാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോന്നു. പിന്നെ ഞങ്ങൾ എങ്ങോട്ടും പോയില്ല അന്നത്തെ ദിവസം ഞങ്ങൾ പിന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോട്ടലിൽ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ പോവാണ് ചെയ്തത്. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ പാർട്ട് 2 പറയാം. അതുവരേക്കും ബൈ.